ഞാൻ പുറത്തു പോകുമ്പോൾ വരുന്നതും കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഉദയൻ നന്ദനയോട്. ഞാൻ എന്തിനാണ് പുറത്തു പോയതെന്ന് നന്ദനയ്ക്ക് വ്യക്തമായി അറിയാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടെന്നും ഉദയൻ. ഹരിപ്രസാദ് ജോലിക്ക് പോവാതെ ഒരാഴ്ച അവധിയെടുക്കുകയാണെന്ന് അമ്മയോടും അച്ഛനോടും പറയുന്നു. ശ്രുതിയെയും സതിയമ്മയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഹരിയുടെ അവധിക്ക് കാരണമെന്ന് പ്രഭാകരൻ. മനീഷ് എത്തുന്നു. നന്ദനെ കാണാതിരിക്കാൻ മനീഷിനെയും വിളിച്ചുകൊണ്ട് കാർത്തിക പോകുന്നു. നന്ദനയെ കുറ്റപ്പെടുത്തുന്ന മനീഷിന്റെ വാക്കുകൾ കാർത്തികയ്ക്ക് സന്തോഷമാവുന്നു. ശ്രുതി ഹരിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഹരിയോട് നന്ദന. എന്റെ മനസ്സ് നന്ദനയും അറിയുന്നില്ലെന്ന് ഹരി. ഇനി തുടർന്ന് കാണുക. ഞാനെങ്കിലും മനസ്സിലാക്കുന്നില്ലേ എന്നല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ച്. മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും. അതൊരവകാശമാണെങ്കിൽ ആ അവകാശത്തിന്റെ പേരിൽ പറയാം. ഹരിയേട്ടൻ ഇപ്പോഴത്തെ നിലപാടിൽ തുടരുന്നത് ആത്മവഞ്ചനയാണ്. അതെ, ആത്മവഞ്ചന. ആ വാക്കിലെല്ലാം ഉണ്ട്. അതിനപ്പുറം ഒന്നും പറയാനില്ല എനിക്ക്. ഒറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഒരിക്കലും ഒറ്റപ്പെടുത്തുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ രേണുകാമ്മ വന്നതിന് ശേഷം ഒരു തവണ പോലും ഞാൻ മുമ്പിൽ വരില്ലായിരുന്നു. മറക്കണം എന്നുള്ള അർത്ഥമില്ലാത്ത ഭംഗിവാക്കും പറയുന്നില്ല. ഓർമ്മയുടെ മുള്ളുകൾ കൊണ്ട് ഇനിയെങ്കിലും ജീവിതം മുറിപ്പെടുത്തരുത്. ഉരുകുന്നത് കണ്ടു നിൽക്കുന്ന ഞാനാ. അത്ര ഓർത്താ മതി. ഞാനും നേരത്തെ പറഞ്ഞു വെച്ചൊരു വഴിയുടെ അടുത്തെത്തി നിൽക്കുക. ഇന്നലെ ഒരു ഫോൺ വന്നിരുന്നു. എനിക്കല്ല, പക്ഷേ അറിയാതെ ഞാൻ അറ്റൻഡ് ചെയ്തു. അന്നത്തെ പെൺകുട്ടിയാ വിളിച്ചത്. നാടകനടിയുടെ കൂടെ ഓഫീസിൽ അച്ഛനെ അന്വേഷിച്ചു വന്ന കുട്ടി. അച്ഛനെ അന്വേഷിച്ചോ? അങ്ങനെ അന്ന് ഞാൻ സംശയിച്ചു. ഇന്നലെ ഫോൺ ചെയ്തപ്പോ കുട്ടി ചോദിച്ചതും അച്ഛൻ എവിടെയെന്നാ. എന്നിട്ട് ഉദയവർമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തോ? എന്താ സംസാരിച്ചെന്നറിയില്ല. എന്തോ കുഴപ്പമാണെന്നാ തോന്നിയത്. അതിന്റെ ടെൻഷനിൽ അപ്പോഴേ കാറെടുത്ത് പോയാൽ വന്നത് രാത്രിയില്ല. എന്നിട്ട് എന്താ പറഞ്ഞേ? എനിക്കറിയാൻ വേണ്ടി ഒന്നുമില്ലെന്ന്. എങ്കിൽ എനിക്കറിയണം ആ കുട്ടി ആരാണെന്ന്, അവളുടെ അമ്മ ആരാണെന്ന്. ഭാര്യ എന്ന സ്ഥാനത്തിന് ഞാനെങ്കിലും ഒരു വില കൽപ്പിക്കണ്ടേ? ഇനി അന്വേഷിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നന്ദന ഒറ്റയ്ക്ക് ആ വാടകക്കാരുടെ വീട് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ഞാനൊന്ന് പോയതല്ലേ, വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. യാത്ര ചെയ്യുമ്പോൾ വഴി കാണുന്നവരോട് വഴി ചോദിക്കാറില്ലേ? അതുപോലെ ഒരാളെന്ന് വിചാരിച്ചാൽ മതി. അത്രയ്ക്ക് വേണ്ട ഹരിയേട്ടാ. പോണം, പോയേ പറ്റൂ. റെന്റേ കാർ എടുത്തു. വൈകിട്ട് ഓഫീസിൽ നിന്ന് ചെല്ലുന്ന പതിവ് സമയത്ത് തന്നെ എനിക്ക് വീട്ടിലെത്തണം. ആളിനെ കണ്ടാലോടെ നമുക്ക് തിരിച്ചു വരാലോ. ബാക്കി പോവാം.
ഇതാണ് വീട്. ആരുള്ള ലക്ഷണമില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം. ഹലോ, ആളില്ലേ? ആരുമില്ലേ? ഹലോ, ആളില്ലാന്ന് തോന്നുന്നു. ആരോടെങ്കിലും ചോദിച്ചാലോ? ആരെങ്കിലും കണ്ടിട്ട് വേണ്ട ചോദിക്കാൻ. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമുള്ള സ്ഥലമാണെന്ന്. ദാ ആരോ വരുന്നുണ്ട്. ചേട്ടാ ഒരു മിനിറ്റ്. ഈ വീട്ടിലെ ആൾ എവിടെ പോയെന്നറിയോ? അറിയില്ല, എവിടെ പോയെന്ന് ഞാൻ കണ്ടില്ല. എന്താ ചെയ്യാ? നമുക്ക് തിരിച്ചു പോയാലോ? ഇവിടം വരെ വന്നിട്ട് എന്തായാലും ഒരു 10 മിനിറ്റ് നോക്കാം. അഞ്ച് മിനിറ്റായി ഞങ്ങൾ വന്നിട്ട്. ഞാനൊന്ന് ടൗണിൽ പോയിരുന്നു. ഇത് മനസ്സിലായി. വരൂ, കയറിയിരിക്കൂ. വേണ്ട, സാരമില്ല. അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല. ഞാനൊരിക്കലും വന്നപ്പോ അമ്മയെ കണ്ടിരുന്നു. ഇപ്പൊ ഗായത്രിയുടെ കൂടെ അല്ലേ താമസം? അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. അത്ര അറിഞ്ഞാ പോരെ സാറിന്? ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ആരും സഹായത്തിനല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? സ്ഥലം മാത്രമല്ല, ഞാനും ഒറ്റപ്പെട്ട ആളാണ് എന്ന് കരുതി ജീവിക്കണ്ടേ? പിന്നെ സഹായത്തിന്റെ കാര്യം, എനിക്ക് സഹായമായിട്ട് ഒരാളുണ്ട്. ഈശ്വരൻ. ഇപ്പോ നാടക പ്രോഗ്രാമിന് പോകുന്നില്ലേ? ചോദ്യങ്ങള് ഇങ്ങോട്ട് മാത്രം മതിയോ? ഞാനും ചോദിക്കട്ടെ. മാഡം വന്നത് എന്തിനാ, അത് പറ. ആരുടെയെങ്കിലും മുന്നിൽ അഭിനയിക്കാനാണെങ്കിൽ ഞാനില്ല. ആ പരിപാടി നിർത്തി. സ്വന്തം കാര്യം സാധിക്കാൻ വളഞ്ഞ വഴികളുമായിട്ട് ഓരോരുത്തർ വരും. പിന്നെ നമുക്ക് സമാധാനമില്ല. അന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ഇഷ്ടക്കാരിയായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചത്. ഗായത്രിയെ അന്ന് ആരാ അതിനുവേണ്ടി വിളിച്ചത്? ഞാൻ വരുമ്പോ അന്ന് ഓഫീസിലുണ്ടായിരുന്നല്ലോ ആ സാറ്. പേര് പ്രതാപവർമ്മ. ഉദയൻ സാറിന്റെ രഹസ്യ ഭാര്യയെ പോലെ പെരുമാറണം. അരമണിക്കൂറിന്റെ ഇടപാടേ ഉള്ളൂ, 10,000 രൂപയും തരാം. അതായിരുന്നു എഗ്രിമെന്റ്. അവിടെയും ആ മനുഷ്യൻ എന്നെ പറ്റിച്ചു. 5,000 അഡ്വാൻസും പിന്നെ ഒരു 2,000. ബാക്കി 3,000 രൂപ അയാൾ തന്നില്ല. അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ ആ ഒരു സംഭവത്തിന്റെ പേരിൽ എത്ര പേരെ ഇവിടെ കയറിയിറങ്ങിയെന്നറിയോ? ദേ, ഈ സാറ് വന്നു 2 തവണ. പിന്നെ ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞ് 2 പേര് വന്നു. ഭാര്യയും ഭർത്താവോ? അതാരാ? താടി വെച്ച നല്ല ഹൈറ്റുള്ള ഒരാള്. ഭാര്യ ഒരു കണ്ണാടിക്കാരിയാ. മൂക്കിന് താഴെ വലതുവശത്തായിട്ടൊരു മറുകുണ്ട്. യതിയേട്ടനും കാർത്തികേച്ചിയോ? അവരെന്തിനാ വന്നത്? എല്ലാവർക്കും ഓരോരോ രഹസ്യങ്ങൾ അറിയണം. അത് പോട്ടെ, നിങ്ങൾ എന്തിനാ വന്നേന്ന് പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഗായത്രിയോട് ചോദിച്ച ചോദ്യമാണ്. നന്ദനയുടെ ഓഫീസിൽ ചെന്നപ്പോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെപ്പറ്റി അറിയാനാ. ഏതായിരുന്നു ആ കുട്ടി? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മാഡം? ഇനി ആ കൊച്ചിന്റെ കാര്യം അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്റെ ഭർത്താവിനെ അച്ഛാന്ന് വിളിച്ചോണ്ട് ഒരു പെൺകുട്ടി വരുമ്പോ
ഞാനതിനെപ്പറ്റി അറിയണ്ടേ ഗായത്രി? ഇത്രയും നാളും കഴിഞ്ഞിട്ടാണോ അന്വേഷണം കൊണ്ടുവരുന്നത്? ഇപ്പോഴതിന്റെ ആവശ്യമുണ്ടായി. കുട്ടിയുടെ ഡീറ്റെയിൽസ് പറയാമെങ്കിൽ ആവശ്യം എന്താണെന്ന് നന്ദനയും പറയും. അതെ. അല്ല, ഗായത്രി ഒന്നും പറഞ്ഞില്ല. പ്രതാപവർമ്മയാണല്ലോ എന്നെ എല്ലാം ഏൽപ്പിച്ചത്. നല്ലൊരു കൊച്ചിനെയും കൊണ്ട് വേണം നിങ്ങളുടെ ഓഫീസിൽ വരാനെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഉദയൻ സാറും മാഡവും ഓഫീസിലുള്ള സമയത്ത് ഫോൺ ചെയ്ത് അറിയിക്കാം, അപ്പൊ വരണമെന്നായിരുന്നു ധാരണ. കൂടെയുള്ള കുട്ടിയെ കൊണ്ട് ഉദയൻ സാറിനെ അച്ഛാന്ന് വിളിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ ആ കൊച്ചു ചെയ്തു. പക്ഷെ അച്ഛാന്ന് വിളിച്ചപ്പോ ഉദയവർമ്മ കുട്ടിയോട് പരിചയഭാവം കാണിച്ചു എന്നല്ലേ നന്ദന പറഞ്ഞത്? അതെ. ഉദയൻ സാറ് നിങ്ങളെ ഒന്ന് പറ്റിച്ചു എന്ന് വിചാരിച്ചാ മതി. സാറും ഒന്ന് അഭിനയിച്ചു, അല്ലാതെന്താ? അങ്ങനെയല്ലല്ലോ. ആ കുട്ടിയെ ആളിനറിയാം. അതെനിക്ക് അറിഞ്ഞൂടാ, സാറിനോട് ചോദിക്കൂ. ഇപ്പോഴും ഗായത്രി കുട്ടിയുടെ വിവരങ്ങൾ പറഞ്ഞില്ല. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞൂടാ. പിന്നെ കൂടെ കൊണ്ടുവന്നതോ? അത് ആശുപത്രിയിൽ വെച്ച് യാദൃശ്ചികമായിട്ട് ആ കൊച്ചിനെ തള്ളയും കണ്ടതാ. മരുന്ന് വാങ്ങിക്കാൻ പൈസ തികയാതെ നിൽക്കുകയായിരുന്നു അവര്. അപ്പോഴാ ഒരു കൊച്ചിനെ അഭിനയിക്കാൻ വേണമല്ലോ എന്ന് ഞാൻ ഓർത്തത്. ആ ചേച്ചിയോട് ഉള്ള കാര്യം പറഞ്ഞു. 1 മണിക്കൂറത്തെ ഏർപ്പാടേ ഉള്ളൂ, 1000 രൂപ തരാന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിച്ചു. സത്യമാണോ ഗായത്രി പറയുന്നത്? പിന്നെ കള്ളമാണോ? നിങ്ങൾ കൂടുതൽ ഓരോന്ന് ചോദിക്കാൻ വന്നാ ഞാനൊരക്ഷരം മിണ്ടില്ല, പറഞ്ഞേക്കാം. ശരി, കൂടുതലൊന്നും പറയണ്ട. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട് അത് മാത്രം അറിഞ്ഞാ മതി. അതല്ല രസം. പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഇല്ലെന്നേ. പക്ഷെ എന്നോട് അങ്ങനെ അല്ലല്ലോ ഗായത്രി പറഞ്ഞത്. കുട്ടിയെ പറ്റി അറിയാം, പക്ഷെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ? അന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ മാഡത്തിനോട് പറഞ്ഞതാ സത്യം. പിന്നെയും ഓരോരുത്തരായിട്ട് അന്വേഷിച്ചു വന്നപ്പോ ഞാൻ തിരക്കിയതാ മാഡം. ഒരിക്കൽ പോലും ആ കുട്ടിയെയോ അതിന്റെ അമ്മയോ കാണാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഫോണും മറ്റും ഇല്ലതാനും. അവരുടെ വീട് എവിടെയാണെന്ന് ഗായത്രിക്ക് അറിയാലോ? ഇല്ല, ആശുപത്രിയിൽ വെച്ചല്ലേ പരിചയപ്പെട്ടത്. വീടിന്റെ കാര്യം ചോദിച്ചപ്പോ ഏതോ ഒരു സ്ഥലം പറഞ്ഞു, ഞാൻ മറന്നുപോയി. അപ്പോ ആ കുട്ടിയെ ഇനി ഒന്ന് കാണാൻ പറ്റില്ലെന്നാണോ ഗായത്രി പറയുന്നത്? പ്രയാസമാ. അവരുമായി ഒരു ബന്ധവുമില്ല? ഇല്ല. എന്നാ നമുക്ക് പോവാം. പോവാം. എന്നാ ശരി. അല്ല, മാഡത്തിന്റെ ആരെ ഈ സാറ്? ഭർത്താവിന്റെ അനിയനായിരിക്കും അല്ലേ? പറഞ്ഞത് അതേപടി വിശ്വസിക്കാന്ന് തോന്നുന്നുണ്ടോ? അതെനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതേ അഭിപ്രായം എനിക്കും. ഗായത്രി എന്തോ ഒളിക്കുന്നുണ്ട്. അതാരെങ്കിലും ഭയപ്പെട്ടിട്ടായിരിക്കോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോന്നറിയില്ല. നമുക്ക് പക്ഷേ അവരെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഭീഷണിപ്പെടുത്തിയാലും പതറൊന്നും തോന്നുന്നില്ല. എന്തോ ഒരു ദുരൂഹതയുണ്ട്. ആ കുട്ടിയുടെ കാര്യത്തിലാ ദുരൂഹത. അതുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോഴാ സംശയം കൂടുന്നത്. നന്ദൻ ഒറ്റയ്ക്ക് ഗായത്രിയെ ചെന്നൊന്ന് കാണുന്നത് ചിലപ്പോൾ പ്രയോജനം ചെയ്തേക്കും. ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം.
ഫലം ഉണ്ടായല്ലോ. ഒരു ദിവസം പോവാം. എരിയേട്ടാ, എരിയേട്ടാ, എന്നും വരുന്ന സമയം കഴിഞ്ഞിട്ടും നന്ദനെ കാണുന്നില്ലല്ലോ. ഓഫീസിൽ പോയതല്ലേ? എന്നും പറഞ്ഞ എവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? എവിടെയൊക്കെ കറങ്ങാൻ പോകുന്നെന്ന് ആർക്കറിയാം? നീയും ഇനി എന്നും ഓഫീസിൽ പോണം. അപ്പൊ അറിയാലോ നന്ദന അവിടെ കൃത്യമായിട്ട് വരുന്നുണ്ടോന്ന്. ഞാൻ പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? എരിയേട്ടൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കോ? ഏയ് അത് ശരിയാവില്ല. പിന്നെ എങ്ങനെ? നന്ദനയുടെ ഡ്രൈവറെ വിളിച്ചെടുത്ത് ചോദിക്കണം അവള് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്. ഓ, പറഞ്ഞത് തന്നെ. ആ ഡ്രൈവർ നന്ദനയുടെ അടിമയാ. അവന്റെ കയ്യിൽ നിന്ന് ഒരു രഹസ്യവും കിട്ടാൻ പോകുന്നില്ല. എന്താ നന്ദനെ താമസിച്ചേ? കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. എവിടെ? ഞാൻ എവിടെയാണ് പോയത് അവിടെ. എവിടെയാ നന്ദന പോയത്? ഞാൻ എന്നും പോകുന്ന എങ്ങോട്ടാണോ അതേ സ്ഥലത്തേക്ക്. ഒരു നിഷേധം കണ്ടില്ലേ? പെണ്ണുങ്ങളെ അടക്കി നിർത്താൻ വീട്ടിൽ ആണുങ്ങൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ. ജോലി കൂടുതലുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എവിടെ ജോലി കൂടുതല്? എന്റെ വായിരിക്കുന്നൊന്നും കേൾപ്പിക്കല്ലേ. ഞാൻ താഴെ എത്തിയപ്പോഴേ കാർത്തികേച്ചിയുടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. വരാൻ ലേറ്റ് ആയത് എന്താന്ന്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കാർത്തിക തന്നോടല്ലേ ചോദിച്ചത്? താൻ അതിന് മറുപടിയും പറഞ്ഞു കാണും. പിന്നെ ഞാൻ എന്തിനു റെസ്പോണ്ട് ചെയ്യണം? ഓഫീസിൽ നിന്ന് ഞാൻ വരാൻ വൈകിയെന്നുള്ള കാര്യം കാർത്തികേച്ചി ശ്രദ്ധിച്ചു. അത് ചോദിക്കുകയും ചെയ്തു. എന്നിട്ടും മറ്റൊരാൾ ഇതൊന്നും അറിഞ്ഞ ഭാവമില്ല. ഇത്രയായിട്ടും അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുകയും ചെയ്യുന്നില്ല. ഇനി ഓഫീസിലേക്കാണോ പോയത് എന്ന് പോലും അറിയണമെന്നില്ല. താൻ എവിടെയൊക്കെ പോവാൻ സാധ്യതയുണ്ടെന്ന് കാർത്തികയെക്കാളും മറ്റാരേക്കാളും അറിയാവുന്ന ആള് ഞാനാ. നന്ദന ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം മാത്രം ചോദിക്കാം. താൻ മറ്റെവിടെയെങ്കിലും പോയെങ്കിൽ അത് ആവശ്യത്തിനാണോ അതോ അനാവശ്യ കാര്യത്തിനാണോ? എന്താ മറുപടിയില്ലേ? ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ദാറ്റ്സ് ഇനഫ്. പക്ഷെ ഇന്നത്തെ യാത്ര വിശദീകരണം വേണ്ട. അനാവശ്യമല്ലെന്ന് സ്വയം ബോധ്യമുള്ളൊരു കാര്യത്തിന് അടിക്കുറിപ്പ് എഴുതുന്നത് എന്തിനാ? കാർത്തികയും യതീന്ദ്രനും കാണുന്ന കണ്ണുകൊണ്ടല്ല എന്നെ കാണേണ്ടത്. അത് ഇതുവരെ തനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തു പറയാനാ? ആ, ഒരു വാക്ക് പറയാം. കഷ്ടം.
എത്രയായി? 50 രൂപ. രേണുകേ, രേണുകേ. ആ പ്രഭാരൻ എവിടെ? അകത്തുണ്ട്. പ്രഭാരാ, ദേ അച്ചോട്ടം വന്നിട്ടുണ്ട്. പ്രഭാരോ. ഞാൻ ഇവളോട് പറഞ്ഞതേ ഉള്ളൂ, അച്യുതേട്ടൻ പോയിട്ട് കാണുന്നില്ലല്ലോ ഒന്ന്. ആ ഗോവിന്ദ പണിക്കരുടെ അടുക്ക നല്ല തിരക്കാരും വന്ന് ഇപ്പൊ ജോത്സരെ കാണാൻ ആളുകളെടുക്കുക. എന്റെ തലവട്ടം എങ്ങനെയോ പണിക്കര് കണ്ടു, അങ്ങനെ അകത്തേക്ക് വിളിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇങ്ങി വരാൻ പറ്റി. ദാ ജാതകം പഠിക്കണേ. ജോത്സ്യൻ എന്ത് പറഞ്ഞു അച്ചോട്ടാ? ഹരിപ്രസാദിന്റെ ജാതകം വിശദമായിട്ട് പരിശോധിക്കാൻ ഇപ്പോഴെങ്കിലും തോന്നിയത് നന്നായി എന്നാണ് പണിക്കര് പറഞ്ഞത്. അതെന്താ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്.